Hi all, welcome to everyone. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU BTech S4 EEE ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ. അതിൻ്റെ സബ്ജക്ട് കോഡ് ഈസ് EET 202. അപ്പോൾ ഈ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ EET 202ലെ മൊഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സൊല്യൂഷനിലേക്ക് കിടക്കുന്നത്. മൊഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മളുടെ ഈ S4 EEE BTech DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്, ഈ സെമസ്റ്റർ എക്സാമിനേഷന്റെ പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. ഇതിന് ദർ വിൽ ബി 2 പാർട്സ്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. 2 പാർട്സ് ആണുള്ളത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. അപ്പോൾ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്. ഓക്കെ, ഒരു ക്വസ്റ്റിന് 3 മാർക്ക്, അങ്ങനെ 10 ക്വസ്റ്റ്യൻസ്, 10 × 3 30 മാർക്ക് ഫ്രം പാർട്ട് എ. whereas പാർട്ട് ബി കണ്ടെയ്ൻസ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. അപ്പോൾ നമുക്ക് 5 മൊഡ്യൂൾസ് ഉണ്ട്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. യു ഹാവ് ടു അറ്റംപ്റ്റ് ഓൺലി 1 ഫ്രം ഈച്ച് മൊഡ്യൂൾ. അങ്ങനെ ടോട്ടല് ഒരു ക്വസ്റ്റിന്, ഒരു മൊഡ്യൂളിലത്തെ ഒരു ക്വസ്റ്റിന് 14 മാർക്സ് ആണ്. അപ്പോൾ ടോട്ടൽ 5 മൊഡ്യൂൾ. സോ 5 ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു അറ്റംപ്റ്റ്. സോ 5 × 14 is equal to 70 മാർക്സ്. അപ്പോൾ 5 × 14 70 മാർക്കാണ് ഫ്രം പാർട്ട് ബി. 10 × 3 30 മാർക്ക് ഫ്രം പാർട്ട് എ. സോ ടോട്ടൽ 30 + 70 is equal to 100. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ. ഓക്കെ, അതിൽ പാർട്ട് എ, മൊഡ്യൂൾ 4 പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ EMF ഇക്വേഷൻ ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിറൈവ് ദ EMF ഇക്വേഷൻ ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ. അപ്പോൾ നമുക്ക് എന്താണ് ട്രാൻസ്ഫോർമർ എന്നുള്ളതിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ട് അതിന്റെ ഡെറിവേഷനിലേക്ക് കിടക്കാം. സോ ട്രാൻസ്ഫോർമർ മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. സ്റ്റാറ്റിക് ഡിവൈസ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ റൊട്ടേറ്റിംഗ് ഡിവൈസ്. സോ ട്രാൻസ്ഫോർമർ ഇസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ. എങ്ങനെ? ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക്, ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിതൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. വിതൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ മുഖാന്തരം ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഇല്ലാതെ ഇലക്ട്രിക്കൽ പവറിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന റൊട്ടേറ്റിംഗ് അല്ലാത്ത ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോർമർ. അതാണ് അതിന്റെ ഡെഫിനേഷൻ. ഓക്കെ, ട്രാൻസ്ഫോർമർ ഇസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിതൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമറിന്റെ ഡെഫിനേഷൻ അല്ല, വി ഹാവ് ടു ഡിറൈവ് ദ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോർമർ. അപ്പോൾ ഈ ട്രാൻസ്ഫോർമറിന്റെ EMF ഇക്വേഷൻ മീൻസ് ട്രാൻസ്ഫോർമർ കൺസിസ്റ്റ് ഓഫ് 2 വൈൻഡിങ്സ്. An ordinary transformer consists of 2 windings. One is primary and other is secondary. So EMF inducer in the primary is E1. EMF inducer in the secondary is E2. So E1 is equal to 4.44 F5M into N1. This is the final equation. Final equation മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. You have to derive it. EMF inducer in the secondary E2 is equal to 4.44 F5M into N2. These are the final equations. We are going to discuss how to derive these EMF equations. അപ്പോൾ എങ്ങനെയാണ് EMF ഇക്വേഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it consists of 2 windings. There is a core. 2 windings are wound on this core. One is primary, to which we are giving the supply, and other is secondary, from which we are taking the voltage, and load is connected across the secondary. Okay, we are giving AC supply to its primary winding. So transformer consists of a core on which we are winding the core. Appo the winding to which we are giving the electrical supply is known as primary winding. The winding on which we are giving the supply is known as primary winding. അപ്പോൾ ഏത് വൈൻഡിങ്ങിലേക്കാണോ സപ്ലൈ കൊടുക്കുന്നത് അതിനെ primary winding. The winding from which voltage is taken or the winding across which load is connected, it is known as secondary winding. അപ്പോൾ transformer consists of a core on which there are 2 windings. One is primary and other is secondary. To the primary winding we are giving the supply. From the winding we are taking the voltage or we are connecting the load is known as, the load is connected across the winding is known as secondary. Then EMF, this is the number of turns of primary is N1, number of turns of secondary is N2. Okay, so let N1 is equal to number of turns in the primary winding. N1 is equal to number of turns in the primary winding. Okay, N2 is equal to number of turns in the secondary winding. Number of turns in the secondary winding. അപ്പോൾ ട്രാൻസ്ഫോർമറിൽ 2 വൈൻഡിങ്. ട്രാൻസ്ഫോർമർ consists of a core on which 2 windings are provided. The winding to which the supply is given is known as primary winding.
the winding across which the load is connected known as secondary winding. Okay, അപ്പോൾ രണ്ട് വൈൻഡിങ്ങുകൾ, പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലോഡ് കണക്ട് ചെയ്തോളണമെന്നില്ല, നമുക്ക് ലോഡ് കണക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, and the voltage is developed across the secondary is V2. Voltage is giving across the primary is V1. EMF induced in the primary winding is E1. EMF induced in the secondary winding is E2. So let N1 is equal to number of turns in the primary winding, N2 is equal to number of turns in the secondary winding. V1 is equal to supply voltage. V1 is equal to supply voltage. E1 is equal to EMF induced in the primary. EMF induced in the primary. E2 is equal to EMF induced in the secondary. E1 is equal to EMF induced in the primary. E2 is equal to EMF induced in the secondary. V1 is equal to the primary supply voltage. V2 is equal to voltage developed across the secondary. V2 is equal to voltage developed across the secondary. Okay, V1 is equal to voltage developed across the secondary. F is equal to supply frequency. We are giving the AC voltage to its primary whose supply frequency is F. F is equal to supply frequency. F is equal to supply frequency. So next slide. F is equal to supply frequency. Then when we give supply voltage to the primary winding, a flux is developed in the core. അതായത് നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു, ഒരു AC വോൾട്ടേജ് കൊടുക്കുന്നു. Definitely that winding is wound on the core, then a flux is developed in the core. That means that core become magnetized. A flux is developed in the core. That flux is represented as phi. Phi is equal to flux developed in the core. Maximum flux developed in the core is represented as phi m. Phi m is equal to maximum flux. Phi m is equal to maximum flux. So we are giving the alternating voltage to the primary winding of the transformer. Then a current will flow through the primary winding. Then a flux is developed in the core. That flux has also a sinusoidal nature. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലക്സിനും ഒരു സൈനുസോഡൽ നേച്ചർ ആണ്. പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് AC വോൾട്ടേജ്. പ്രൈമറി വൈൻഡിങ് ഈസ് വൗണ്ട് ഓൺ ദ കോർ. സെക്കൻഡറി ഈസ് ഓൾസോ വൗണ്ട് ഓൺ ദ സെയിം കോർ. അപ്പോൾ നമ്മൾ വി ആർ ഗിവിംഗ് ദ സപ്ലൈ വോൾട്ടേജ് ടു പ്രൈമറി എന്ന് പറഞ്ഞു. ദെൻ എ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദ പ്രൈമറി. ദെൻ എ ഫ്ലക്സ് ഈസ് ഡെവലപ്ഡ് ഇൻ ദ പ്രൈമറി. ദാറ്റ് മീൻസ് കോറിലെ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്തു മീൻസ് ദാറ്റ് കോർ ബിക്കം മാഗ്നറ്റൈസ്ഡ്. ദാറ്റ് ഫ്ലക്സ് ഹാസ് ഓൾസോ എ സൈനുസോയിഡൽ ഷേപ്പ്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലക്സിനും ഒരു അൾട്ടർനേറ്റിംഗ് നേച്ചറാണ്, ഒരു സൈനുസോയിഡൽ ഷേപ്പാണ് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടൈം ഈസ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് ഫ്ലക്സ് ഈസ് ഓൺ വൈ ആക്സിസ്. ആൻഡ് ദിസ് ഈസ് ദ മാക്സിമം ഫ്ലക്സ് phi m. Okay, this is the maximum flux. So phi m is equal to maximum flux developed in the core. Okay, so maximum flux developed in the core is within 1/4 of the time period. That means T divided by 4. T means time required to complete one cycle is known as period. Okay, time required to complete one full cycle. This is positive half cycle and this is a negative half cycle. And the time required to complete one full cycle is known as a period. Time required to complete one full cycle is known as period. ആ പീരീഡിന്റെ 1/4 ഓഫ് ദ ടൈം പീരീഡിലെ മൊത്തം പീരീഡിന്റെ 1/4 ഓഫ് ദ ടൈം പീരീഡിലെ ഫ്ലക്സ് റീച്ചസ് ഇറ്റ് മാക്സിമം വാല്യൂ. സോ ഫ്ലക്സ് റീച്ചസ് from 0 to maximum value. Flux reaches from 0 to maximum value in 1/4 of the time period. In 1/4 of the time period. മൊത്തം ടൈം പീരീഡിന്റെ 1/4 ഓഫ് ദി പീരീഡിൽ, ഇതാണ് മൊത്തം ടൈം പീരീഡ്, അതിന്റെ 1/4 ഓഫ് ദി ടൈം പീരീഡിലാണ് ഫ്ലക്സ് അതിന്റെ മാക്സിമം വാല്യൂലേക്ക് എത്തുന്നത്. ഫ്ലക്സ് അതിന്റെ മാക്സിമം വാല്യൂലേക്ക് എത്തുന്നത് വിത്തിൻ 1/4 ഓഫ് ദ ടൈം പീരീഡ്. ടൈം ഇസ് ഈക്വൽ, ടൈം പീരീഡ് ഈസ് റെപ്രസെന്റഡ് ആസ് T. That is time period T is equal to, whereas T is equal to, we know that T is equal to 1 by F. We know that T is equal to 1 by F. T is equal to 1 by F. So T by 4 is equal to 1 by 4 of 1 by 4 of seconds. The unit of time period is seconds.
Within 1/4 of second, flux reaches from 0 to its maximum value. Flux reaches from 0 to its maximum value within 1/4 of the time period. മൊത്തം ടൈം പീരീഡിന്റെ 1/4 ഓഫ് ദി ടൈം പീരീഡ് 1/4 ഓഫ് ദി പീരീഡ് കൊണ്ട് ഫ്ലക്സ് അതിന്റെ മാക്സിമം വാല്യൂയിൽ എത്തുന്നു. മീൻസ് t ഡിവൈഡഡ് ബൈ 4 മീൻസ് 1/4 ഓഫ് സെക്കൻഡ്. ഓക്കെ, അതായത് ഫ്ലക്സ് റീച്ചസ് ഫ്രം 0 ടു മാക്സിമം വാല്യൂ ഇൻ 1/4 ഓഫ് സെക്കൻഡ്. ദാറ്റ് മീൻസ് വിത്തിൻ 1 സെക്കൻഡ് എത്ര ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, ഫ്ലക്സ് റീച്ചസ് ഫ്രം 0 ടു മാക്സിമം വാല്യൂ ഇൻ 1/4 ഓഫ് ദ ടൈം പീരീഡ് മീൻസ് 1/4 ഓഫ് സെക്കൻഡ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് 1/4 ഓഫ് സെക്കൻഡ് കൊണ്ട് 5m. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് ആ പോയിന്റ്. 1/4 of second, within 1/4 of second, flux reaches its maximum value. So what is the rate of change of flux takes place? So rate of change of flux linkage, rate of change of flux linkage is equal to 5m divided by 1/4 of 1/4 of second കൊണ്ട് 5m flux. Within 1 second കൊണ്ട് 5m divided by 1/4 of. അത്രേ ഉള്ളൂ. 1/4 of second കൊണ്ട് 5m. Within 1 second കൊണ്ട് 5m divided by 1/4 of, which is equal to 4f5m. Which is equal to 4f5m Weber per second. Within 1 second കൊണ്ട് ഇത്ര ഫ്ലക്സ് ചേഞ്ച്. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താ? വെബർ. സോ 4f5m its unit is Weber per second. 4f5m Weber per second. ഓക്കെ, സോ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് ആണ് 5m ഡിവൈഡഡ് ബൈ 1/4 of, which is equal to 4f5m Weber per second. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇസ് ദർ, ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇസ് ദർ. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫാരഡേസ് സെക്കൻഡ് ലോ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF is equal to rate of change of flux linkage. Magnitude of induced EMF is equal to rate of change of flux linkage. അപ്പോൾ ഈ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് is equal to induced EMF. So rate of change of flux linkage is equal to induced EMF. So അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആവറേജ് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF is equal to 4f5m Weber per second means volt. Weber per second എന്ന് പറഞ്ഞാൽ വോൾട്ട്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം, വിത്തിൻ 1/4 ഓഫ് സെക്കൻഡ് കൊണ്ട് ഫ്ലക്സ് റീച്ചസ് ഫ്രം 0 ടു മാക്സിമം വാല്യൂ. സോ 1/4 ഓഫ് സെക്കൻഡ് കൊണ്ട് ഫ്ലക്സ് ക്യാൻ റീച്ച് 5m. വിത്തിൻ 1 സെക്കൻഡ് കൊണ്ട് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഈസ് 5m ഡിവൈഡഡ് ബൈ 1/4 ഓഫ്, which is equal to 4f5m Weber per second. From the unit itself we can understand within 1 second ഒരു സെക്കൻഡ് കൊണ്ട് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് 4f5m. അതിനെയാണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജിനെയാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫാരഡേ സെക്കൻഡ് ലോ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. അപ്പോൾ അതിനെ ഇറ്റ് ക്യാൻ ബി റീറിട്ടൺ ആസ് ആവറേജ് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു 4f5m വോൾട്ട്. 4f5m Weber per second means average value of induced EMF, which is nothing but 4f5m volt. This is the average value of induced EMF in the average value of EMF induced in the primary winding of a transformer. Average value of EMF induced in the primary winding of a transformer. We have to find out the RMS value of EMF induced. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് RMS value ആണ് നമുക്ക് വേണ്ടത്. RMS value. Okay. To get the RMS value, we studied that form factor is equal to RMS value divided by average value. Form factor is equal to RMS value divided by average value. So what is RMS value? RMS value is equal to form factor is represented as KF, K suffix F. Form factor into average value. Form factor into average value. What is the value of form factor? നമുക്കറിയാം form factor ന്റെ വാല്യൂ എത്രയാ? 1.11. So 1.11 into average value is equal to RMS value. So 1.11 into 1.11 into average value is equal to RMS value. 1.11 into average value is equal to RMS value. That means 1.11 into what is the average value? 4f5m. 4f5m is equal to RMS value. Okay. 1.11 into 4f5m is equal to RMS value. Which is equal to 1.11 into 4f5m means 4.44 f5m.
Okay, RMS value of EMF induced. RMS value of EMF induced in one turn of the primary winding or secondary winding, one turn of the winding. This is the EMF induced in a one turn of the winding. How many turns are there? How many turns are there? There are N1 turns in primary and N2 turns in secondary. അപ്പോൾ ഒരു ടേണിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന RMS വാല്യൂ ഓഫ് EMF ആണ് 4.44 FIM. ഒരു ടേണിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ RMS വാല്യൂ ആണ് 4.44 FIM. നമുക്ക് വേണ്ടത് മൊത്തം EMF induced in the total RMS value of EMF induced in the whole primary winding. We have to find out. Okay, this is the EMF induced in one turn of the primary winding. We have to find out the EMF induced in the whole primary winding. We know that there are N1 turns in primary winding. There are N1 turns in primary winding. Okay, so number of turns in the primary winding is equal to N1. So RMS value of EMF induced in the primary winding E1 is equal to 4.44 FIM into N1. 4.44 FIM into N1. Okay, this is the RMS value of EMF induced in the whole primary winding. Similarly, we can write RMS value of EMF induced in the secondary winding E2 is equal to 4.44 FIM into N2. So this is the derivation of EMF equation of a transformer. So E1 is equal to 4.44 FIM into N1. E2 is equal to 4.44 FIM into N2. I think this topic is clear. Okay. So next question, second question. Part A module 4 second question. Why the transformers are rated in kVA, kilovolt ampere? Second question. Why the transformers are rated in kVA? എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോർമർ റേറ്റിംഗ് KVA പറയുന്നത്? ഇപ്പോൾ നമ്മൾ ലാംസിന്റെ റേറ്റിംഗ് വാട്ടിൽ പറയുന്നു, മോട്ടോറിന്റെ റേറ്റിംഗ് നമ്മൾ HP പറയുന്നു, ഹോഴ്സ് പവറിൽ പറയുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ഫോർമർ വി ആർ സേയിങ് ദ റേറ്റിംഗ് ഓഫ് എ ട്രാൻസ്ഫോർമർ ഇൻ KVA. There is a specific reason for that. What is the reason? അതാണ് അവർ ചോദിക്കുന്നത്. നോക്കുക, there are two losses in a transformer. One is known as core loss and other is known as copper loss. ഒരു ട്രാൻസ്ഫോർമറിൽ രണ്ട് ലോസ് ഉണ്ട്, ഒന്ന് കോർ ലോസ്, മറ്റൊന്ന് കോപ്പർ ലോസ്. മറ്റൊന്ന് കോപ്പർ ലോസ്. ക്ലിയർ? സോ കോർ ലോസ് ഈസ് ഓൾസോ നോൺ ആസ്, അതായത് ട്രാൻസ്ഫോർമറിന്റെ കോറിൽ ഉണ്ടാകുന്ന ലോസ്. ട്രാൻസ്ഫോർമർ കൺസിസ്റ്റ് ഓഫ്, ഐ ടോൾഡ് യു, ട്രാൻസ്ഫോർമർ കൺസിസ്റ്റ് ഓഫ് എ കോർ. ദർ ഇസ് എ സിലിക്കൺ സ്റ്റീൽ കോർ ഓൺ വിച്ച് two windings are wound. One is known as primary and other is known as secondary. The winding to which the supply voltage is given, known as primary. The winding from which voltage is taken or the winding across which load is connected, known as secondary winding. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വൈൻഡിങ്ങിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ, ഏത് വൈൻഡിങ്ങിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് വൈൻഡിങ്ങിലേക്ക് സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മൾ വി ആർ ഗിവിംഗ് ദ സപ്ലൈ വോൾട്ടേജ് ടു ദ പ്രൈമറി വൈൻഡിങ്. then a current will flow through the primary winding, then the core become magnetized. അപ്പോൾ അവിടെ കോറും ഉണ്ട്, കോയിലും ഉണ്ട്. A core is known as magnetic circuits. Coil is known as electric circuits. How many coils are there? Two coils are there. What are they? Primary winding and secondary winding. So primary winding and secondary winding are collectively known as electrical circuits. Okay. Then core is known as magnetic circuits. We are using silicon steel as the core. ഇതെല്ലാം പോയിന്റുകളാണ് കേട്ടോ. We are using the silicon steel as the core. Thus we can say there are two. Core ഉണ്ട്, coil ഉണ്ട്. Core is known as magnetic circuits. Coils are known as electrical circuits. Okay, power loss in the core is known as core loss or iron loss or magnetic loss. There are two losses in a transformer. One is core loss or iron loss or magnetic loss. So core loss or iron loss or magnetic loss. Core loss is also known as iron loss or magnetic loss. അതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാ. Why this core loss is known as iron loss or magnetic loss? Because there is an iron content in the core, therefore it is known as iron loss. Why it is known as magnetic loss? When we give the supply voltage to the primary winding, the core becomes magnetized.
അതെ, നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് എ സി വോൾട്ടേജ് കൊടുക്കുമ്പോൾ, പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ കോർ എന്തായിട്ട് മാറുകയാണ്? മാഗ്നറ്റ് ആയിട്ട് മാറുകയാണ്. Therefore this loss is also known as magnetic loss. അപ്പോൾ കോറിൽ അയണിന്റെ കണ്ടന്റ് ഉണ്ട്. Therefore കോറിൽ ഉണ്ടാകുന്ന ലോസ് കോർ ലോസ്. അയൺ കണ്ടന്റ് അതിലുള്ളത് കൊണ്ട് can also be called as iron loss. അത് ആ കോർ മാഗ്നറ്റ് ആകുന്നതുകൊണ്ട് അതിനെ മാഗ്നറ്റിക് ലോസ് എന്ന് വിളിക്കാം. This core loss of a transformer depends on the voltage. First point, core loss of a transformer depends on voltage. Core loss of a transformer depends on voltage. What about the second loss? The second loss is copper loss. Copper loss എന്ന് പറഞ്ഞാൽ എന്താ? The loss developed in the primary winding and secondary winding of the transformer. The primary winding and secondary winding are collectively known as electrical circuits. The power loss occur in the electric circuit of a transformer is known as copper loss. Okay, the power loss occur in the core of a transformer is known as core loss. Core loss is also known as iron loss or magnetic loss. And the power loss developed in the windings of a transformer is known as copper loss. A winding copper ആണ് main ആയിട്ട്. അതുകൊണ്ട് it is also known as copper loss. Or it is also known as electrical loss. Core loss is also known as electrical loss. Or it is also known as I squared R loss. Why this loss is known as copper loss? Because windings are mainly copper. അടുത്ത question, why this loss is known as electrical loss? Because when electricity is passing through the winding, power loss occur in the winding. Therefore it is known as electrical loss. Why it is known as I squared R loss? അതും വളരെ ക്ലിയർ ആണ്. ആ റെസിസ്റ്റൻസ് ഉള്ള വൈൻഡിങ്ങിലൂടെ I ആംപിയർ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ലോസ് ആണ് I squared R loss. Okay, when I ampere current is flowing through R ohm resistance winding, definitely there will be an I squared R loss occurring in both primary and secondary. അപ്പോൾ നമുക്ക് പറയാം copper loss is also known as electrical loss or I squared R loss. From this explanation, it is very clear copper loss or electrical loss or I square R loss of a transformer depends on current. The two main losses which occurring in the transformer is core loss and copper loss. Core loss is also known as iron loss or magnetic loss, which depends on the parameter voltage. Clear? അതേസമയം രണ്ടാമത്തെ ലോസ് കോപ്പർ ലോസ് ഓർ ഇലക്ട്രിക്കൽ ലോസ് ഓർ I squared R loss. Copper loss or electrical loss or I squared R loss, which depends on current. So the two losses, there are only two losses in a transformer. There is no mechanical loss in a transformer. എപ്പോൾ നമ്മൾ ലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും കോർ ലോസ്, കോപ്പർ ലോസ്, മെക്കാനിക്കൽ ലോസ്. But in the case of a transformer, there is no mechanical loss. Why? What's the reason? Because it is very clear this is a static device. In the beginning of the discussion, I told you transformer is a static device. It is not a rotating device. So there is no possibility for occurring mechanical loss in a transformer. But in the case of machines എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം machines are rotating. തീർച്ചയായിട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ മെക്കാനിക്കൽ ലോസ് ഉണ്ടാവും. പക്ഷേ in the case of transformer, there is no mechanical loss, only core loss and copper loss. Core loss depends on voltage, copper loss depends on current. So total loss of a transformer depends on voltage and current. V voltage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V, current എന്ന് പറഞ്ഞാൽ I ആണ്, അതിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. So voltage and current means V and A. Voltage and current means V and A, VA. So total loss of a transformer depends on VA. Higher rating lu parayumbo KVA. Okay, so total loss of a transformer depends on voltage and current. No other factor which influences the total loss of a transformer. Therefore transformers are rated in KVA. I think it is clear. Onnu njan parayam. Adayithu there are two losses in a transformer. One is core loss and other is copper loss. Core loss depends on voltage and copper loss depends on current. There is no other factor. That means there is no role for power factor in the losses of a transformer. Power factor avade illa. Appo V into I ullu, cos phi illa, power factor illa. Power factor has no role for determining the loss of a transformer. Only core loss, voltage and current can decide core loss and copper loss. So total loss of a transformer depends on voltage and current, that is V and A. In higher rating it is known as KVA. Therefore transformers are rating KVA, not in KW, because power factor has no role for determining the loss of a transformer. അപ്പോൾ ഇതാണ് പാർട്ട് എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ നമ്മളുടെ രണ്ട് ക്വസ്റ്റ്യൻസ്, നമ്മുടെ മൊഡ്യൂൾ 4 രണ്ട് ക്വസ്റ്റ്യൻസ്, പാർട്ട് എയിലെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെഷൻ നമ്മൾ പാർട്ട് ബി സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.